പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3770 എന്ന പ്രിന്ററിന്റെ വൈഫൈ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിൻ്റെ ഈ മോഡൽ പ്രിൻ്ററിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈഫൈ പാസ്വേഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നു, അവിടെ ഏറ്റവും താഴെ ഭാഗത്ത് സെറ്റിങ്സിൽ പോകുന്നു, അതിൽ ഡിവൈസ് സെറ്റിങ്സ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ലാൻ സെറ്റിങ്സ് കാണാൻ സാധിക്കും, അത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ വയർലെസ് ഡയറക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അവിടെ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചേഞ്ച് പാസ്വേഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നോക്കുക, അതിൽ ചേഞ്ച് മാനുവലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് അത് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്കിവിടെ ആവശ്യമുള്ള പാസ്വേഡ് എങ്ങനെയാണ് പാസ്വേഡ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഓരോരോ വേർഡ്സിൻ്റെ അക്ഷരത്തിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് QW എന്നാണെങ്കിൽ Q സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ള പ്രസ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അങ്ങനെയാണ് ഇത് പാസ്വേഡ് സെലക്ട് ചെയ്യേണ്ടത്. മിനിമം 10 ഡിജിറ്റെങ്കിലും വേണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ ചെറുതും വലുതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ അക്കങ്ങളും ഇതിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതാണോ വേണ്ടത്, എന്ത് പേരാണോ വണ്ടി നമ്പറാണോ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മിനിമം 10 കുറയാത്ത വേർഡോ അക്കങ്ങൾ ഏതാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് ചെയ്യാൻ താഴെ കാണുന്ന ഓക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പ്രോസസ്സിങ് തന്നെ ചെറിയൊരു ലോഡിങ് ഉണ്ടാകുന്നതാണ്. ആ ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്, പുതിയ പാസ്വേഡ് സെറ്റ് ആയതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും, അതായത് നമ്മൾ ആദ്യം കണ്ട ഭാഗത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പുതിയ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോം പേജിലേക്ക് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ എടുത്തുകൊണ്ട് നിങ്ങളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്താൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.